കടവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. ഇന്നേ കടവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. കവിളത്തു മഴവില്ലിൻ നിഴലാട്ടം. ഹായ്, നമസ്കാരം. പാട്ടൊരു കുറച്ചായിട്ട് വേണം. ഞങ്ങള് ചക്കയും കോഴിയും വെക്കാൻ പറ്റും. ചക്കയും കോഴിയും വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും കഴിച്ചിട്ടുണ്ടോ? അപ്പൊ ഇന്നലെ നമ്മളെ മീത്തിലെ ഉഷ, അപ്പുറത്തെ വീട്ടിലെ ഉഷ എവിടുന്നോ ചക്ക കൊണ്ടു തന്നെ. അപ്പൊ അതിന്റെ പരിപാടി രാവിലെ നോക്കാം. അപ്പൊ ഇതുപോലെ കട്ട് ചെയ്യണം ചക്ക കേട്ടോ. അപ്പൊ അത് ഓരോരോ ഘട്ടമായിട്ട് നമ്മള് എന്നാ പറയാം കേട്ടോ. അതിനിടയ്ക്ക് ഓരോ പാട്ടും പാടാം. അപ്പൊ കടവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. പിന്നെ ചക്കയും കോഴിയുടെ കൂടെ ഒരു ടിപ്പും കൂടെ ഉണ്ട് കേട്ടോ. ചുമയുടെ മരുന്ന് അല്ലേ, അത് ഒറ്റമൂലി അതും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ കേട്ടോ. ഓക്കെ, നമ്മൾ പിന്നെ മല്ലി, പിന്നെ കുരുമുളക്, അതാണ് പ്രധാനം കേട്ടോ. മല്ലി വറുക്കുന്നുണ്ട്, പിന്നെ കുരുമുളക്, പിന്നെ മുളക് പൊടി. കുരുമുളക് കുറച്ച് നല്ലോണം വേണം. കുരുമുളക് നമ്മളിവിടെ തന്നെ ഉള്ളിയോട് മുക്കിക്കയറുന്നു. പിന്നെ ഇതിലേക്ക് ചുവന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ ഒരല്ലി വെളുത്തുള്ളി, ഇതൊക്കെ ചൂടാക്കി വഴറ്റിയെടുത്തിട്ട് നമുക്ക് പൊടിക്കാം. പൊടിച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, ചക്ക ഉണ്ടാവും മുറിച്ച് വെച്ചിട്ട് ഇവിടെ ഇത്രയേ ഉള്ളൂ, മതി. അരമുറി തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച സാധനം അതിലേക്ക് ഒന്നിച്ച് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരക്കാം. ചിക്കനും കോഴിയും ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. വറുത്ത് വെച്ചത് മുളക് പൊടി, കുരുമുളക്, മല്ലി, പിന്നെ അതിൻ്റെ കൂടെ വറുത്തല്ലേ, ഇവിടെ തന്നെ തെറ്റിക്കും. അപ്പോൾ അതെല്ലാം കൂടി വറുത്ത് വെച്ച് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ടായിരുന്നു. വേറെ മസാലകളൊന്നും ചേർത്തില്ല, ചിക്കൻ മസാല, പിന്നെ കുറച്ച് തേങ്ങ, ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ബാക്കി കാര്യം നോക്കാം. അപ്പോൾ അടുത്ത പാട്ട് വരണമെങ്കിൽ ഇത് അരക്കണം. അപ്പോൾ നമ്മൾ ചക്ക കുക്കറിലേക്ക് ഇടുന്നു. ചക്കയും കോഴി എന്താ മിക്സ് ചെയ്ത് കാണിക്കട്ടെ. മിക്സ് ചെയ്തെന്ന് പറഞ്ഞില്ല കേട്ടോ. അത് നമ്മളിങ്ങനെ കുനു 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 അരിപ്പിങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മള് പണ്ട് ഇത് ഭയങ്കരമായിട്ട് ഈ ചക്കയും കോഴിയൊക്കെ വെക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അരപ്പ് കാണിക്കട്ടെ. തേങ്ങയും നമ്മൾ നേരത്തെ അരപ്പും എല്ലാം കൂടി നമുക്ക് ആവശ്യത്തിന് നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കപ്പ ബിരിയാണി വെക്കുന്നില്ലേ, അതിനേക്കാളും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാ. അപ്പോൾ ഇവക്കൊരു സ്പൂൺ വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് എടുത്തോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു തരുന്ന പറഞ്ഞാൽ നമ്മളെ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ചെറുപ്പകാലം ഈ ചക്കയും കോഴിയൊക്കെ അല്ലെങ്കിൽ പിന്നെ കപ്പയും കോഴിയും പിന്നെ കോഴി ഇങ്ങനെ കാന്താരി മുളകിലിട്ടിട്ട് ചുട്ടെടുത്തിട്ട് നമ്മൾ അന്നത്തെ ഒരു കാലം, അത് കാലാന്ന്, അത് നല്ലൊരു പ്രായത്ത് കാലം. അപ്പോൾ ചക്കയും കോഴിയും നല്ല മറ്റേ സാധനമൊക്കെ ഉണ്ടാവും. ഏത് അന്നത്തെ കാലത്ത് ഇത് ചോപ്പല്ല കേട്ടോ, നാടനാണ്. അപ്പോൾ അതൊക്കെ അടിച്ച് അതൊരു കാലമായിരുന്നു. ഇനി ആ കാലം നമുക്ക് കേട്ടോ. ഞാനത് സ്വപ്നം കാണട്ടെ, ശല്യപ്പെടുത്തല്ലേ. ഇങ്ങോട്ടോക്ക് ആ സ്വപ്നം അവിടെ വെക്ക്, ഇത് ഓഫാക്ക്, എന്നിട്ട് ഞാൻ നല്ല സ്വപ്നം ഞാൻ കാണിച്ചു തരാം. ഇല്ല അവകാശമില്ല. ആ ഒരു ജന്മം മതിയായിരുന്നു. ആരെങ്കിലും പറഞ്ഞോ കെട്ടാൻ? പറഞ്ഞില്ലല്ലോ. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നെഞ്ഞൊക്കെ തച്ച് പൊളിക്കുന്നത്. അപ്പൊ പൂന്തേനരുവി. അപ്പൊ ഇത് നമുക്ക് ഇതാണ്ട, ഇതിൽ വെള്ളം ഒഴിക്കണം. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പൊ അത്
അത് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഉപ്പും വെള്ളമെല്ലാം ഒഴിച്ച് നമുക്ക് ഒഴിച്ചു നല്ല മഞ്ഞപ്പൊടി ഇട്ടു അടിപൊളിയായിട്ട് എല്ലാം ഇട്ടു അപ്പൊ നമ്മളിപ്പോ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ചക്കയും കോഴി ഒരു ഇത് താളിക്കാം. അതിൽ താളിച്ചിടാം. അതായത് ചക്കയിലും കോഴിയിലും താളിച്ചിടാം. അപ്പോൾ നല്ല വെളുത്തുള്ളി, കറിവേപ്പില, കടുക് ഇതൊക്കെ താളിച്ചിട്ട് നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ താളിക്കാം. അപ്പോൾ നമ്മളെ ചക്കയും കൊയ്യും ആയിട്ടുണ്ട്. വേണ്ട റെഡിയായി. സൂപ്പർ സാധനമാണ്. കഴിച്ചോക്കണം. എല്ലാരും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ഉണ്ടാക്കി കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റി ടേസ്റ്റാ. സൂപ്പർ. ചെമ്പക പൂമിനിയാകെ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ടേസ്റ്റാ. അപ്പം ഞങ്ങൾ എന്തായാലും കഴിക്കാം. നിങ്ങളും കഴിക്കുന്നു. കഴിക്കാം കേട്ടോ. നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കാം. ചക്ക ഈ സമയത്ത് നല്ലതാണ് ചക്ക. ചക്കയും ചിക്കനും. ചിക്കൻ ഇത് നാടൻ കോഴിയാണോ കേട്ടോ. എന്നാലേ ഭയങ്കര ടേസ്റ്റോ. ഇത് നാടനല്ല, ഒരുപാടൊന്നും ഇടില്ല കേട്ടോ. നാടൻ കോഴിയാണെങ്കിൽ സൂപ്പർ പൊളിക്കും. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്ക്. പിന്നെ ഒരു ടിപ്പ് പറയാം. എന്താ പറഞ്ഞാൽ നമ്മുടെ ചുമക്കുള്ള ഒരു മരുന്ന് പറഞ്ഞുതരാം. എന്താ പറയുക, എത്രയും പെട്ടെന്ന് ചുമ മാറുന്ന ഒരു മരുന്ന് ഇവള് പറഞ്ഞുതരും. ഒന്ന് പറഞ്ഞു കൊടുക്കുക. ചുമക്കല്ല മരുന്ന് എന്ന് വെച്ചാൽ കുറച്ച് ഇഞ്ചി നീരെടുക്കുക. അതിൽ കുറച്ച് നല്ല മഞ്ഞൾ, അതായത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി അത് എടുക്കുക. ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ ലേശം ഉപ്പ് കേട്ടോ, ഒരുപാടൊന്നും ചേർക്കാൻ പാടില്ല. അത് ചെറുതായിട്ട് തേന് ചെറുതാക്കിയിട്ട് തേനെടുത്ത് ഒരു സ്പൂണിൽ കുറച്ച് തേനെടുക്കാം. എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കാം. എന്നിട്ട് ഈ പറയുന്ന സാധനം അതിലിടാം. ഇച്ചിരി ഇഞ്ചി നീര്, നമ്മളെ നാടൻ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ തോതിൽ ഉപ്പ്, ചെറുതുണ്ട് ഒരു നുള്ള്, അത്രയൊന്നും ലേശം മതി. അതും ചേർത്ത് ചാലിച്ച് വേണമെങ്കിൽ ഒരു വെറ്റില നീരും കൂടെ ചേർത്തിട്ട് വെറ്റില നീര് ചേർത്താൽ വളരെ നല്ലതാ. എനിക്ക് ഏകദേശം ഒരു 3 മാസത്തോളം ചുമയുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ മരുന്നാണ് കഴിച്ചത്. കാരണം മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ തന്നെ എൻ്റെ ടിപ്പ് ഞാൻ പ്രയോഗിച്ചു. കാരണം ഇപ്പോൾ എല്ലാം പല അസുഖങ്ങളായതുകൊണ്ട് ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി. എന്നിട്ട് അതിനൊന്നും മാറാതപ്പം ഞാനെടുത്ത ഒരു മരുന്ന്, അത് നാടൻ തേന്, ചെറുതേനായാലും ഏത് തേനായാലും വെറ്റില നീര് ഒരു ഇച്ചിരി വെറ്റില നീര് ചേർത്ത ഉത്തമം കേട്ടോ. നല്ല പെട്ടെന്ന് മാറും. ടാറ്റാ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.